എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ഓഫീസായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് ദുബായ് RTA. ചെറിയൊരു പേടിയോടെ അല്ല, നല്ല രീതിയിലുള്ള നെഞ്ചെടുപ്പോടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം പബ്ലിക് പ്ലേസ് ആണേ, എപ്പോഴാണ് ഫൈൻ വരുന്നതെന്ന് അറിയില്ല. അതാണ്ടേ ഞാൻ എൻ്റെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റും അടിക്കണേ. പതിവ് പോലെ താണ്ട് ഞാൻ പഞ്ചിങ് ചെയ്യുകയാണ്. പഞ്ചിങ് ചെയ്ത് അകത്തോട്ട് കയറിയാൽ പിന്നെ വേറൊരു ലോകമാണ്. എന്നും ഒരുപോലെയല്ല, എന്നാലും ഓൾമോസ്റ്റ് ഇതിനുള്ളിലോട്ട് കയറിയാൽ പിന്നെ വർക്കും അങ്ങനെ അങ്ങ് പോകും. ഇത് പതിവില്ലാതെ എനിക്ക് കിട്ടിയ ആലു പൊറോട്ടയും ചായയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാനിരിക്കുന്ന ഡെസ്ക്. ഈ കാണുന്ന ബോട്ടിലെ വെള്ളമില്ലേ, ഇതിന് വേറൊന്നും നിസ്സാരമല്ല. ഞാൻ കുടിച്ച് തീർക്കും. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഈ ബോട്ടിൽ കാലിയായിരിക്കും. പിന്നെ ഈ കാണുന്ന ക്യാരക്ടറിനെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കാണുന്ന വൺ പീസ് എന്ന് പറയുന്ന ചിലവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അതിൽ ക്യാരക്ടറാണ്. പിന്നെ ദാണ്ടെ ജോലിയുടെ ഇടയിൽ എന്തോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തിരക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട് അവൾ നാട്ടിൽ പോവുക. അപ്പം ഓളുടെ കുറച്ചൊക്കെ ഹാൻഡ് ഓവറൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നെട്ടോട്ടമായിട്ട് നടക്കുന്നുണ്ട്. എന്നും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ക്ലയൻറ്റ്സ് വന്നു, പിന്നെ ജോലി വർക്ക് അവരുടെ കൂടെയായി. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്തിയാണ്. പിന്നെ എപ്പോഴും എനിക്ക് കസ്റ്റമറിനെ കാണേണ്ടിയൊന്നും വരത്തില്ല. ചില കേസിൽ എനിക്ക് കസ്റ്റമറിനെ മീറ്റപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് നമ്മുടെ അക്കൗണ്ട് സെക്ഷനാണ്. ഇതൊക്കെ നമ്മുടെ പിള്ളേരാട്ടോ, അറിഞ്ഞിട്ടില്ലാരും. പിന്നെ ഏതാണ്ട് ഏകദേശം ഉച്ചയോടെയായി. എൻ്റെ ക്ലയൻസൊക്കെ പോയി. നല്ല വിശപ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൊളീഗ് അവൾ നാട്ടിൽ പോകുന്നെന്ന്, അത് പ്രമാണിച്ച് അവളുടെ ട്രീറ്റാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റ്, ഈ ഇടയായിട്ട് ദുബായിൽ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. തീരാറായി. ഇടയ്ക്കൊന്ന് ചൂട് വന്നതാണ് ഈ വിൻ്റർ സമയത്ത്, പക്ഷെ വീണ്ടും ഓക്കെ ആയി, സെറ്റായി. ഇതാണ്ടേ ഈ കടയിലാണ് ഇവളുമാർ എന്നെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ്ടേ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. പഞ്ചാബി റെസ്റ്റോറൻ്റാണ്, നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇവിടെ നല്ല പഞ്ചാബി ഫുഡ് കിട്ടും, നമ്മുടെ നാടൻ ഫുഡും കിട്ടും. എന്നാൽ പഞ്ചാബി ഫുഡ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല ആംബിയൻസ് അല്ലേ. ഞങ്ങൾ ചിലപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ലഞ്ച് ടൈമിൽ. പിന്നെ ദാണ്ടേ നല്ല വിശപ്പ് കാരണം കൊണ്ടുവച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ദാണ്ടേ പകുതി ആയപ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് എടുക്കാമെന്ന് വെച്ച് എടുത്തതാണ്. ഇതാണ്ടേ അത് കഴിഞ്ഞപ്പോൾ നല്ല സെറ്റ് ബ്രൗണി ഐസ്ക്രീം വന്നു. സംഭവം കൊള്ളാം. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ദാണ്ടേ രണ്ടുപേരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടൈം നമുക്ക് 1 to 2 ആണ്. ഏകദേശം 2 ആവാറായി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം. അതിൻ്റെ ഇടയിൽ ദാണ്ടേ നെട്ടോട്ടമൊക്കെ ഓടി എടുത്തതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി, അത്രയേ ഉള്ളൂ. പിന്നെ കഷ്ടപ്പെട്ട് സ്പൂണൊക്കെ കൊണ്ട് കോഴി ഒരു കയ്യിൽ ഫോണൊക്കെ ആയിട്ട് എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. കഷ്ടപ്പെട്ട് വായിലോട്ടൊക്കെ വെക്കുന്നത് കണ്ടപ്പം എൻ്റെ പൈസ മോൾ ചോദിക്കുകയാണേ, നിനക്ക് വീഡിയോ എടുത്ത് തരണോ നബീന എന്ന്. എന്താല്ലേ. ദാണ്ടേ ഇവളാണ് ഇന്ന് നാട്ടിൽ പോകുന്നത്. ദാണ്ടേ രണ്ടുപേരും ഹായൊക്കെ പറയാണ്. പിന്നെ 6 മണിയായിരിക്കുന്നു മക്കളെ. നമുക്കെല്ലാം അടച്ചു വെച്ച് വീട്ടിൽ പോകാൻ സമയമായിരിക്കുന്നു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പഞ്ചൗട്ടിനായിട്ട് ഇതാ പോവുകയാണ്. എല്ലാ ദിവസവും 6 മണിക്ക് തന്നെ ഇറങ്ങണമെന്നില്ല. ചിലപ്പോൾ 6:30 ആവാറുണ്ട്, ചിലപ്പോൾ നേരം നല്ല വൈകാറുമുണ്ട്. ഇന്നിപ്പം വലിയ തിരക്കില്ലാത്തത് കാരണം 6 മണിക്ക് ഇറങ്ങി. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ നടന്നാണ് പോകുന്നത് കേട്ടോ. എൻ്റെ ഒപ്പം ഇതായി ഈ പോകുന്ന 3 കുഞ്ഞാടുകളും കാണും. ഞങ്ങൾ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പോൾ ദാണ്ടേ ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി. എൻ്റെ കൂട്ടുകാരോടും നിങ്ങളോടും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.